ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീരയെ തന്നെ അവരെല്ലാവരും കൂടി പിടിച്ചിട്ട് അങ്ങനെ അവിടെ പൂട്ടിയിടാൻ ശ്രമിക്കുക കേട്ടോ. മീര എതിർക്കുന്നുണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല. കൃഷ് ആണെങ്കിലോ അവിടെ എല്ലാം നോക്കിയിട്ടും ബലരാമിനെ കാണാനില്ല, തിരിച്ചു പോകുന്നുണ്ട്. ഭാഗ്യശ്രീക്കാണെങ്കിലോ സംസാരിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണല്ലോ. അതിന് ശേഷം തന്നെ പിന്നീട് നമ്മുടെ സാഗറിനെയും സുജുവിനെയും കാണിക്കുന്നുണ്ട്. ബലരാമിന് ഇതുവരെ വിളിച്ചില്ല, കൃഷിൻ്റെ ഒരു അറിവുമില്ല, എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് ആകെ ടെൻഷനാകുന്നു സാഗർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കൃഷി അങ്ങോട്ട് വരുന്നുണ്ട്. മോനെ ബലരാമൻ്റെ കാര്യം എന്തായി? ഏട്ടൻ ഫോൺ സ്വിച്ച് ഓഫാണ്, ഭാഗ്യശ്രീയുടെയും സ്വിച്ച് ഓഫാണ്. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്തോ ദുരൂഹത ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം അവിടെ മണക്കുന്നത് പോലെ എനിക്ക് ടെൻഷനുണ്ട്. ഇത് കൂടുതൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്, അച്ഛനും അമ്മയോടും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവർക്കൊരു ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും ഇനി അവർ വൈകിക്കില്ല, എന്തായാലും അങ്ങോട്ട് തന്നെ ചെല്ലുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ സുമിത്ര മീരയെ പിടിച്ചിട്ട് ഭാഗ്യശ്രീയുടെ അടുത്ത് കൊണ്ടുപോയി കെട്ടിയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാഗ്യശ്രീ ആണെങ്കിലോ പെട്ടെന്ന് തന്നെ മുഖത്തത്തെ തുണി മാറ്റുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് കാര്യമില്ല, ക്രൂര മനസ്സുള്ളവരാണ്, പക്ഷെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. നിങ്ങളെ ഇവിടെ അകപ്പെടുത്തിയിരിക്കുകയാണ്, ഏട്ടനെ അവർ കൊല്ലാൻ ശ്രമിച്ചു, ഇവിടുന്ന് രക്ഷപ്പെടണം നമുക്കെന്ന് പറയുന്നു. ഇനി അത് സാധിക്കുമോ എന്നറിയില്ല എന്ന് മീരയും പറയുന്നുണ്ട്. പക്ഷെ പറ്റും, അതിനൊരാൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ, അത് മറ്റാരല്ല കൺമണി തന്നെയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. കൺമണിയിലൂടെ രണ്ടുപേരും രക്ഷപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. സുമിത്രയും ബാലഗോപാലനും വീണ്ടും അറസ്റ്റിലാവും. അങ്ങനെ ദക്ഷയും അതിൻ്റെ ഒരു പുറകിൽ നടക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ പ്രമോ കഴിയും. നാളെ നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക്